ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കി വരുന്നത് ലൂണയുടെ പകരക്കാരനെ കുറിച്ചും കൂടാതെ തന്നെ ലെസ്കോവിച്ചിന്റെ കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്ട് പുതുക്കുന്ന കാര്യമാണ്. പക്ഷെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ലെസ്കോയെ മറന്നുപോയിട്ടുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ വൻമതിലായ ലെസ്കോയുടെ കരാറും ഈ അടുത്ത് അവസാനിക്കുന്നതാണ്. നിരാശ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ മാർക്കോ ലെസ്കോവിച്ചിന്റെ കോൺട്രാക്ട് ഇൻസ്റ്റൈൻ ചെയ്യുന്നതിനെ തുടർന്നുള്ള ഒരു വാർത്ത പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ്. ഈ ഒരു കോൺട്രാക്ട് പുതുക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ആകാംക്ഷയിലാണ്. കൂടാതെ നിലവിലിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത്, മറിച്ച് ഒരു പുതിയ ഫോറിൻ താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്നും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോറിൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ലെസ്കോയുടെ കോൺട്രാക്ട് പുതുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കുമെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ചാണ്. നിലവിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ട്വിറ്റർ ഹാൻഡിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർ താരം അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നും കൂടാതെ ലൂണക്ക് പകരമായി കൊണ്ടുവരുന്ന ഈ ഒരു താരത്തിന് ഓഫർ അയച്ചിട്ടുണ്ട് എന്നും ഇതിന്റെ അന്തിമ ഘട്ടത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നും കൂടാതെ ലൂണക്ക് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന ഈ ഒരു സൂപ്പർ താരത്തിന് ഇതുവരെ ISL എക്സ്പീരിയൻസ് ഇല്ല ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ ട്വീറ്റിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ISL കളിച്ചിട്ടില്ലാത്ത ഒരു താരമായിരിക്കും ലൂണക്ക് പകരമായി കൊണ്ട് വരാൻ പോകുന്നത് എന്നാണ്. ഏതായാലും ഇതിനെ തുടർന്നുള്ള കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഏതായാലും നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.